ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഞാൻ സ്റ്റിച്ച് ചെയ്ത ഈ കുട്ടികൾക്കുള്ള ഫ്രോക്കിൻ്റെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 ഫ്രോക്കിനും ഒരേ പാറ്റേൺ ആണ് കൊടുത്തത്. അതിൻ്റെ ഫ്രണ്ട് പീസിൽ ചെസ്റ്റിൻ്റെ അവിടെ ലേസ് കൊടുത്തിട്ട് ഗ്യാദേഴ്സ് ആഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അത്യാവശ്യം നല്ല വിരിവൊക്കെ കിട്ടി. ബാക്കിൽ ടൈ ചെയ്തുള്ള ഒരു പാറ്റേൺ ആണ് ചെയ്തത്. 3നും ഷോൾഡർ മാർക്ക് ചെയ്ത് ആംബോളൊക്കെ ചെയ്ത് അവരുടെ ചെസ്റ്റ് സൈസും വേസ്റ്റും ഹിപ്പ് സൈസെല്ലാം ചെയ്ത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു. ആദ്യം കട്ട് ചെയ്യുന്നത് ലൈനിങ്ങിലാണ് കട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഞാനത് മെയിൻ ക്ലോത്ത് പീസുമായിട്ട് വെച്ച് കട്ട് ചെയ്തെടുക്കുമായിരുന്നു. എടുത്ത മെറ്റീരിയൽ ഒരു ക്രേപ്പ് മെറ്റീരിയലാണ്, റയോൺ ക്രേപ്പ് ആയിട്ടുള്ള ലൂറക്സ് പ്രിൻറ്റ് വരുന്ന മെറ്റീരിയലാണ്. ഫ്രോക്കിനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ്. കുട്ടികൾക്കായതുകൊണ്ട് തന്നെ ആംഹോളൊക്കെ വളരെ കുറവായിരിക്കും. നമ്മളതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്യുക. പിന്നെ ഇത് സ്ലിറ്റഡ് അല്ലാത്തതുകൊണ്ട് ഹിപ്പ് റൗണ്ടിൽ നിന്ന് കുറച്ച് ഒരു ഇഞ്ച് കയറ്റിയാണ് ഞാൻ കർവ് ചെയ്തെടുക്കുന്നത്. അങ്ങനെ ബാക്കും ഫ്രണ്ടും പീസ് ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് ഫ്രണ്ട് പീസിനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുമായിരുന്നു. ഇവിടെ ചെസ്റ്റ് പോർഷൻ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നു ഓരോരുത്തരുടെ ലെങ്തിനനുസരിച്ച്. എന്നിട്ട് ഒരു ഇഞ്ച് കർവ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അതിനുശേഷം ബാക്ക് പീസ് മെയിൻ ക്ലോത്തിൽ വെച്ച് അതിൻ്റെ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുന്നു. സോ ലൈനിങ്ങിനെക്കാട്ടിലും കുറച്ച് കൂടുതലായിരിക്കും ആയിട്ടാണ് മെയിൻ പീസ് എടുക്കുന്നത്. ഈ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ ചെസ്റ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ, അതനുസരിച്ച് കട്ട് ചെയ്ത് അതിൻ്റെ കൈക്കുഴി കുഴിച്ചെടുക്കുന്നതാണ്. നമുക്ക് അതിൻ്റെ താഴോട്ടുള്ളത് കൂടുതൽ ഫുൾ വീതിയിലെടുക്കുന്ന പ്ലീറ്റഡ് ആയതുകൊണ്ട് തന്നെ വീതിയിലെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇത് അടുത്തയാൾക്ക് സെയിം രീതിയിൽ തന്നെ ചെയ്ത കാര്യങ്ങളാണ്. ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ആം റൗണ്ടൊക്കെ വളരെ കുറവായിരിക്കും. നമ്മളതനുസരിച്ച് ചെയ്യുക. ചെസ്റ്റൊക്കെ ലെങ്ത് അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് ചെയ്യുക. ഇതുപോലെ തന്നെ മൂന്നാമത്തതും കട്ട് ചെയ്ത് താഴെയെല്ലാം കർവ് ചെയ്ത് ലൈനിങ്ങിൽ തന്നെ എല്ലാം കട്ട് ചെയ്യാൻ ശ്രമിക്കുക. അതിന് ശേഷം മെയിൻ ക്ലോത്തിൽ വെച്ച് കൊടുത്താൽ മതി. അങ്ങനെ 3 പേരുടെയും ഫ്രണ്ടും ബാക്കും പീസ് ചെസ്റ്റ് പോർഷൻസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് മെയിൻ ക്ലോത്തുമായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ നെക്ക് ആണ് ചെയ്യാൻ പോകുന്നത്. നെക്ക് 3 പേർക്കും ചെറിയ യു ഷേപ്പിലുള്ള നെക്കാണ് കൊടുത്തേക്കുന്നത്. ബാക്കിൽ ചെറിയൊരു ഹുക്ക് കൊടുത്ത് ഓപ്പണിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ ടോട്ടൽ ഇറക്കം 6 വരും. ബട്ട് എല്ലാം ചെറിയ കഴുത്തുകളാണ്. കയറി നിൽക്കുന്ന നെക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സ്റ്റിഫെല്ലാം കട്ട് ചെയ്തെടുത്ത് അത് അതിൻ്റെ ക്ലോത്തുമായിട്ട് തേച്ച് നമ്മൾ നെക്കെല്ലാം റെഡിയാക്കി. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും എല്ലാം റെഡിയാക്കുന്നു. ബാക്ക് നെക്കിന് നമ്മൾ ഹുക്ക് ചെയ്യാൻ രീതിയിലുള്ള ഇറക്കിയാണ് ചെയ്യുന്നത്. പിന്നെ ഇതെല്ലാം മെയിൻ ക്ലോത്തിൽ നല്ലതായിട്ട് കറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് വെക്കണം. അതിന് മാക്സിമം പിൻകുത്തി സെക്യൂർ ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് മറിച്ചിട്ട് ചെയ്തെടുക്കും. ഇതിപ്പോൾ ബാക്ക് നെക്ക് ചെയ്യുകയാണ്. അതിൻ്റെ ഹുക്ക് വെക്കുന്ന രീതി അനുസരിച്ച് താഴോട്ട് ഇറക്കി കൊടുത്ത് നല്ല വൃത്തിക്ക് ചെയ്തെടുക്കുക. അതിനുശേഷം കട്ട് ചെയ്ത് അത് മറിച്ചിട്ട് കൊടുക്കണം. നെക്സ്റ്റ് ചെയ്യാവുന്നത് നമ്മുടെ പ്ലീറ്റ്സ് ഗ്യാദേഴ്സ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അതിനായിട്ട് ചെസ്റ്റ് പോർഷൻ നമ്മൾ റെഡിയാക്കി വെച്ച് നെക്കെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നതിലോട്ട് ആ ലെങ്ത്തിൽ കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിൽ ഗ്യാദേഴ്സ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ലൈനിങ് നമ്മുടെ കറക്റ്റ് ഷേപ്പിലുള്ള ലൈനിങ് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ചെസ്റ്റിലോട്ട് ആഡ് ചെയ്യാനുള്ള ലേസ് കറക്റ്റായിട്ട് വെച്ച് പിൻകുത്തി കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ 3 പേർക്കും ഇതേ രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇതിലോട്ട് വേണം നമ്മൾ ബാക്ക് പീസ് നെക്കൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബാക്ക് പീസ് അറ്റാച്ച് ചെയ്യാം. സോ ഇത് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ നെക്കെല്ലാം ചെയ്തതിന് ശേഷം അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെങ്കിൽ
കറക്റ്റായിട്ട് അവിടെ നിന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ചുളുക്കമൊന്നും വരാതെ നല്ല വൃത്തിയായിട്ട് വരും. ഇതിപ്പം നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് അറ്റാച്ചിന് ശേഷം മാത്രമേ ബാക്ക് പീസിൽ ഉള്ള മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ അറ്റാച്ച് ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്കിത് ഷോൾഡറിൻ്റെ അവിടുത്തെ സ്റ്റിച്ച് കാണാത്ത രീതിയിൽ നമുക്ക് വൃത്തിയായിട്ട് തയ്ച്ചെടുക്കാം പറ്റും. ഫ്രണ്ട് പീസും ബാക്ക് പീസും ലൈനിങ് ഉൾപ്പെടെ കൂട്ടി അടിക്കുന്നു. ലൈനിങ്ങിൻ്റെ അറ്റം മടക്കി അടിക്കുകയാണ്. അതേസമയം മെയിൻ ക്ലോത്തിൻ്റെയും സ്ലീവിൻ്റെ എൻഡും ലോക്ക് ചെയ്താണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല കേർവ് ഫിനിഷാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ ബാക്ക് നെക്കിൻ്റെ അവിടെ ഹുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനു ശേഷം നമ്മൾ ഗ്യാദേഴ്സ് എല്ലാം നല്ലതായിട്ട് അടുക്കി വെച്ച് തേച്ച് നല്ല വൃത്തിയായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പുറകിൽ ടൈ ചെയ്യാൻ ഒരു ബെൽറ്റും ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റയോൺ ക്രേപ്പ് മെറ്റീരിയൽ അവൈലബിൾ ആണ്. അതിൻ്റെ പല ഷെയ്ഡ്സും ഉണ്ട്. അതുപോലെ തന്നെ ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റുകൾ ജയ്പൂർ കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയലുകൾ ചന്ദേരി സിൽക്സ്, മഹേശ്വരി സിൽക്സൊക്കെ, അതിലുള്ള സാരീസ്, സൽവാർ സെറ്റ്സൊക്കെ അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർക്ക് 6238104933 എന്ന നമ്പറിലോട്ട് കോൺടാക്റ്റ് ചെയ്യാം.